ഓക്കെ, സോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 24 അതായത് 2024 ഒരുപാട് പുതിയ സ്മാർട്ട് ഫോണുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളും ഇപ്പോൾ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം അതായത് 2023 ഇറങ്ങിയ പ്രീമിയം സെഗ്മെന്റ് സ്മാർട്ട് ഫോണുകളായ നമ്മുടെ സാംസങ് ഗാലക്സി S23 അൾട്ര, അതേപോലെ നമ്മുടെ iPhone 13 Pro, അതേപോലെ 13 Pro Max ഒക്കെയാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഇപ്പോൾ ചൂസ് ചെയ്യാൻ കാരണം കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതൽ നല്ല രീതിയിൽ പ്രൈസ് ഡ്രോപ്പ് ആയിട്ടുള്ള ടൈമാണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ സെഗ്മെന്റ് ഫോണുകൾക്കൊക്കെ. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ 2024 ഇറങ്ങിയ 50 Pro അതേപോലെ Pro Max ഒക്കെ ഇനി 2025 അഥവാ അടുത്ത ഇയർ ഒക്കെ ആകുമ്പോൾ ഒരു 3/2 ആയിട്ട് പ്രൈസ് ഡ്രോപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഐഫോണിന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ S23 അതേപോലെ S24 ലേറ്റസ്റ്റ് ആയിട്ടുള്ള S24 അടക്കം അടുത്ത കൊല്ലം ഇതൊക്കെ എടുക്കാൻ ഈ 15 Pro അതേപോലെ S24 അൾട്ര ഒക്കെ എടുക്കാൻ ആഗ്രഹമുള്ള ആളുകൾ, അധികം പൈസ സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അഫോർഡബിൾ പ്രൈസിൽ എടുക്കാൻ ആഗ്രഹമുള്ള ഒരുവിധ ആളുകളൊക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തിനായിട്ട് വെയിറ്റ് ചെയ്യും. കാരണം പുതിയ അടുത്ത സെഗ്മെന്റായ 16 അഥവാ 16 Pro Max അഥവാ നമ്മുടെ S25 അതേപോലെ S25 അൾട്ര ഒക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ മുന്നത്തെ വെർഷനുകളായ S24ഉം അതേപോലെ 15 Pro ഒക്കെ പ്രൈസ് ഡ്രോപ്പ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അതെന്തായാലും അങ്ങനെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ അഫോർഡബിൾ പ്രൈസിന് എടുക്കുന്ന ഒരുവിധ ആളുകളൊക്കെ തൊട്ട് ബാക്കിലുള്ള ഇയറിലുള്ള ഏത് പ്രീമിയം സെഗ്മെന്റ് ആണോ അതായിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ഇയർ ആയ 2023 ഇറങ്ങിയ 14 Pro Max അല്ലെങ്കിൽ നമ്മുടെ S23 അൾട്ര ഒക്കെ നമുക്ക് ഇപ്പോൾ നല്ല രീതിയിൽ സെയിൽ വരുന്നുണ്ട്. നല്ല രീതിയിൽ പ്രൈസ് ഡ്രോപ്പ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ സെയിൽ വരുന്നുണ്ട്. അതിൻ്റെ സ്റ്റോറേജ് കൂടിയ വെർഷൻ അടക്കം നമുക്ക് നല്ല രീതിയിൽ പ്രൈസ് ഡ്രോപ്പ് ആയിട്ട് നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടാണ് നമ്മുടെ ചോയ്സ് വരുന്നത്. ഒന്ന് S23 അൾട്ര, 14 Pro അല്ലെങ്കിൽ Pro Max. അപ്പോൾ ഈ രണ്ട് വേരിയന്റിലും നമ്മൾ ഏതെടുക്കണമെന്നുള്ളത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ചോയ്സ് തന്നെയാണ്. കാരണം രണ്ട് ഫോണും ഒന്നിലൊന്നും മെച്ചമെന്ന് തന്നെ പറയാം. ഭയങ്കര ലെജൻഡറിക് ആൻഡ് ഐക്കോണിക് ഡിവൈസുകളാണ് S23 അൾട്ര ആൻഡ് 14 Pro അഥവാ 14 Pro Max ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ലുക്ക് ഔട്ട് നോക്കിയിട്ട് നമുക്ക് ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് അവനവൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെറിയൊരു കമ്പാരിസൺ നമുക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ലെറ്റ്സ് മൂവ് ടു ദി ക്യാമറ. അപ്പോൾ ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്ക് സാംസങ്ങിൽ കിട്ടുന്ന ഒരു 200 MP പ്രൈമറി ലെൻസാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്ന ഐഫോണിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാകുന്ന ഒരു സെക്കൻഡറി ലെൻസ് ആയിട്ടാണ് നമ്മുടെ സാംസങ് വന്നിരിക്കുന്നത്. അതായത് ഇതിൻ്റെ തന്നെ ഒരു പെരിസ്കോപ്പിക് വെർഷൻ ആയിട്ടുള്ള ലെൻസാണ് വരുന്നത്. അത് 10x ഒപ്റ്റിക്കൽ സൂമോട് കൂടിയിട്ട് വരുന്ന ഒരു പെരിസ്കോപ്പിക് ലെൻസാണ് ഇതിൽ വരുന്നത്. അതേപോലെ അടുത്തായിട്ട് വരുന്നത് യൂഷ്വലി നമ്മൾ കണ്ടുവരാറുള്ള ഒരു 12 MP അൾട്രാ വൈഡ് ക്യാമറയാണ് വരുന്നത്. അപ്പോൾ 14 Proയിലേക്ക് വരുമ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഒന്നുകൂടി വ്യത്യസ്തമായിട്ട് തന്നെ ഫൈനലി നമുക്കൊരു 48 MP ഒരു പ്രൈമറി ലെൻസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേപോലെ ബാക്കി യൂഷ്വൽ 12 MP അൾട്രാ വൈഡും 12 MP ടെലിഫോട്ടോ ലെൻസുമാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതിൽ ടെലിഫോട്ടോ ലെൻസ് അഥവാ ഒപ്റ്റിക്കലായിട്ടുള്ള ലെൻസ് എന്ന് പറയുന്നത് ഓൺലി 3x മാത്രമേ ഉള്ളൂ. പക്ഷെ ആ 3x എന്ന് പറയുന്നത് പക്ക 3x ആയിട്ട് തന്നെ നമുക്ക് ഒരു ഡീറ്റെയിൽ ലോസും കാര്യങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് എന്തായാലും കുറച്ച് സാമ്പിളുകൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതാണ്, സാംസങ് ആണോ അതോ ഐഫോണോ ആണോ, ഏത് പിക്ചർ ക്വാളിറ്റിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്യാമറയുടെ കാര്യത്തിൽ ഇപ്പോൾ പോയിന്റ് കൊടുക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ മാർക്കാണ്. ഞാനിതിൽ സാംസങ്ങിന് കൊടുക്കും. കാരണം ഒന്നും കൂടി എൻഹാൻസ്ഡ് ആയിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാവുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ ഒരു സെൻസറിലാണ് കാണുന്നത്. അപ്പോൾ ക്യാമറയ്ക്ക് ഒരു പോയിന്റ് സാംസങ്ങിനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോ ക്വാളിറ്റിയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് നേരെ ഉൾട്ട പറയാനേ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഏത് ടൈപ്പ് സ്മാർട്ട് ഫോൺ ഇറങ്ങിക്കഴിഞ്ഞാലും ഒരിക്കലും ഐഫോണിനെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിൽ ബീറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. കാരണം വീഡിയോ ക്വാളിറ്റി അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡിങ് ഇത്രയും ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് നൽകുന്ന ഒരു ഡിവൈസും വേറെ എവിടെയും തന്നെ വേറെ ഒരു കമ്പനിയോ ഒരു ബ്രാൻഡും ഇറക്കിയിട്ടില്ല എന്ന് തന്നെ തികച്ചും ഉറപ്പിച്ച് പറയാം. സംഭവം സാംസങ്ങിൽ 8K റെക്കോർഡിംഗ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ആ 8K റെക്കോർഡിംഗ് അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം പല സ്ഥലത്തും പല ഈ പറഞ്ഞ ലൈറ്റിംഗ് കണ്ടീഷനിലും ഫ്രെയിം നന്നായിട്ട് ഡ്രോപ്പ് ആയി പോകുന്നത് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ക്യാമറയുടെ കാര്യത്തിൽ നമുക്ക് ഐഫോണിന് ഒരു പോയിന്റ് കൊടുക്കേണ്ടി വരും.
ഇനി ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ് രണ്ട് സ്മാർട്ട് ഫോണിലും ലഭിക്കുന്നത്. നമ്മുടെ ഐഫോണിലേക്ക് വരുമ്പോൾ ഒരു LTPO വരുന്ന ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. LTPO എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുമ്പോൾ 120 Hz കിട്ടുകയും, അഥവാ നമ്മൾ ഇപ്പോൾ ഫോൺ ജസ്റ്റ് ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ മോഡിലാണെങ്കിൽ വരെ ഈ പറഞ്ഞ 120ൽ നിന്ന് ജസ്റ്റ് 1 Hz മാറി പ്രവർത്തിക്കാൻ കഴിയുന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഐഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇനി സാംസങ്ങിലേക്ക് വരുമ്പോൾ സാംസങ്ങിന് ഇതേപോലെ തന്നെ നല്ലൊരു അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഒരിക്കലും സാംസങ്ങിന് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കുറച്ച് കാണാൻ പറ്റില്ല. കാരണം ഈ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ എല്ലാ ഫോണുകൾക്കും ഓൾമോസ്റ്റ് എല്ലാ ഫോണുകൾക്കും ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നത് സാംസങ് എന്ന കമ്പനിയാണ്. അപ്പോൾ അവരുടെ സ്വന്തം പ്രൊഡക്റ്റായ S23 അൾട്രയിലും അവർ അടിപൊളി ഒരു ഡിസ്പ്ലേ തന്നെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു ഡൈനാമിക് ആമോലെഡ് ഡിസ്പ്ലേ അല്ലെങ്കിൽ ഡൈനാമിക്കിന്റെ ഒരു അടിപൊളി ഡിസ്പ്ലേ കാര്യങ്ങളും തന്നെയാണ് നമ്മുടെ സാംസങ് S23 അൾട്രയിൽ വന്നിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ അപ്പോൾ പോയിന്റ് ആർക്ക് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു ഡ്രോ ആണ്. കാരണം രണ്ട് ഫോണും ഒന്നിലൊന്നും മെച്ചം തന്നെയാണ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. അപ്പോൾ നമുക്ക് രണ്ട് ഫോണിനും ഓരോ പോയിന്റ് വീതം കൊടുക്കണം. ഇനി ചിപ്സെറ്റിലേക്ക് കടക്കുമ്പോൾ രണ്ട് ഫോണിനും 4 നാനോമീറ്ററിന്റെ രണ്ട് ചിപ്സെറ്റാണ് വരുന്നത്. നമ്മുടെ ഐഫോണിനാണെങ്കിൽ ബയോണിക്കിന്റെ തന്നെ 16 ആണ് വരുന്നത്. അതേപോലെ നമ്മുടെ സാംസങ്ങിന് സ്നാപ്ഡ്രാഗന്റെ 8 Gen 2 ആണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ട് ചിപ്സെറ്റും വെൽ ഒപ്റ്റിമൈസ്ഡ് ആണ്. അപ്പോൾ സാംസങ്ങിന്റെ സ്നാപ്ഡ്രാഗൺ ആയിക്കഴിഞ്ഞാലും നമ്മുടെ ഐഫോണിന്റെ ബയോണിക് ആയിക്കഴിഞ്ഞാലും രണ്ട് ചിപ്സെറ്റും ഒന്നിലൊന്നും മെച്ചം തന്നെയാണ്. പക്ഷെ എന്തൊന്നും സ്കോർ കാര്യങ്ങൾ നോക്കുമ്പോൾ സാംസങ്ങിനാണ് ഒരു കുറച്ച് സ്കോർ കാര്യങ്ങൾ കൂടുതലുള്ളത്. പക്ഷെ പേഴ്സണലായിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ബയോണിക്കിന്റെ അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മളിപ്പോൾ കുറേ കാലം ഒരു 8 വർഷം മുന്നത്തെ നമ്മുടെ 6s അല്ലേ, ഐഫോണിന്റെ 6sന്റെ പെർഫോമൻസ്, ആ ഒരു ഫോൺ ഇപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് ആ ഒരു ബയോണിക് എന്ന ചിപ്സെറ്റിന്റെ പവർ നമുക്ക് ഇപ്പോഴും ഫീൽ ചെയ്യാൻ സാധിക്കും. ആ തുടക്ക കാലഘട്ടത്തിലെ ആ ഒരു പവർ പോലും നമുക്ക് ഇപ്പോഴും സ്റ്റിൽ ഫീൽ ചെയ്യാൻ സാധിക്കും. പക്ഷെ ആൻഡ്രോയിഡ് ഫോണുകളിലെ മുന്നത്തെ കുറച്ച് നല്ല ചിപ്സെറ്റൊക്കെ കുറേ കാലം കഴിയുമ്പോൾ ഒരു 5-6 വർഷമൊക്കെ കഴിയുമ്പോൾ അതിന്റെ ആയുസ് ചത്ത പോലെ, എന്താ പറയുക, ഒരു ഡെഡായ പോലെയാണ് നമുക്ക് പിന്നെ ഒന്ന് ഫീൽ ചെയ്യുക. സംഭവം വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും ആ ഒരു എന്താ പറയുക ഒപ്റ്റിമൈസേഷൻ കാര്യങ്ങളും നല്ല രീതിയിൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല. സംഭവം എൻ്റെ അഭിപ്രായം മാത്രമാണ്. പക്ഷേ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്തെന്ത് സ്കോർ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പോയിന്റ് സാംസങ്ങിന് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ചിപ്സിന്റെ കാര്യത്തിൽ അതേപോലെ പെർഫോമൻസിന്റെ കാര്യത്തിലും നമ്മൾ സാംസങ്ങിന് ആ പോയിന്റ് കൊടുക്കുകയാണ്. സെക്യൂരിറ്റിയിലേക്ക് നോക്കുമ്പോൾ അഫ്കോഴ്സ് ഒരിക്കലും നമുക്ക് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഒരു ആൻഡ്രോയിഡ് ഫോണും iOS-നെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രമാത്രം അവർ സെക്യൂരിറ്റി iOS-ൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിസിക്കൽ സെക്യൂരിറ്റിയിലേക്ക് നോക്കുമ്പോൾ ഈ പറയുന്ന ഐഫോണിൽ വരുന്ന ഒരു ഫേസ് ID റെക്കഗ്നേഷൻ ആണ്. അത് നല്ല അടിപൊളിയായിട്ട് തന്നെ 14 Proയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ സാംസങ്ങിലേക്ക് വരുമ്പോൾ അതിനൊരു അൾട്രാസോണിക്കിന്റെ ഫിംഗർ പ്രിന്റ് ആണ്. അതും ഈ പറയുന്ന നല്ല അടിപൊളിയായിട്ട് ആക്യുറേറ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത് വരാൻ പോകുന്നത് ഐഫോണിന്റെ അന്തകനായിട്ടുള്ളൊരു സെഗ്മെന്റ് ആണ്, അതായത് ബാറ്ററി ബാക്കപ്പ്. ഓഫ്കോഴ്സ് ബാറ്ററി ബാക്കപ്പിൽ ഐഫോൺ സ്റ്റിൽ 14 Pro ജസ്റ്റ് ഒരു തോൽവി മാത്രമാണ് ഗൈസ്. കാരണം പോരാ 1 ഡേ ഒന്നും പോയിട്ട് ഒരു അര ദിവസം തന്നെ ശരിക്കും ഒരു നോർമൽ ഹെവി യൂസർ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഹാഫ് ഡേ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സാംസങ് ബാറ്ററിയുടെ കാര്യത്തിൽ നമുക്ക് പോയിന്റ് സാംസങ്ങിന് തന്നെ കൊടുക്കേണ്ടി വരും. ചാർജിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഐഫോൺ ജസ്റ്റ് വെറും ഒരു പരാജയം മാത്രം തന്നെയാണ്. കാരണം നമ്മുടെ സാംസങ്ങിൽ ഒരു 48 വോൾട്ടിന്റെ എങ്കിലും ഒരു ഫാസ്റ്റ് ചാർജിങ് വെച്ചിട്ടുണ്ട് അവർ. പക്ഷേ സ്റ്റിൽ നമ്മുടെ ഐഫോണിൽ 20 വാൾട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫാസ്റ്റ് ചാർജിങ്. ഓക്കെ, അപ്പോൾ മാത്രമല്ല നമ്മുടെ സാംസങ്ങിലൊരു റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയൊരു ട്രില്യൺ കമ്പനിയായ ഐഫോണിന് ഇന്നേ വരെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ 15 Pro Maxൽ പോലും റിവേഴ്സ് വയർലെസ് ചാർജിങ് എന്നുള്ളൊരു ഫീച്ചർ ഇതുവരെ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വലിയൊരു ട്രില്യൺ കമ്പനിയാണ്, നമ്പർ 1 കമ്പനിയാണ് നമ്മുടെ ലോകത്ത് വെച്ചിട്ട് തന്നെ. അവർക്ക് ഇങ്ങനെ ഒരു ഫീച്ചർ കാര്യങ്ങൾ ഇതുവരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. എന്നാലാ ഇതിൻ്റെ ഒക്കെ പ്രൈസ് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം വെക്കേണ്ടി വരും. അപ്പോൾ ഫൈനലി നമുക്ക് ഇതിൻ്റെ ഓവറോൾ പോയിന്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സാംസങ് ആണ് ഇവിടെ വിൻ ചെയ്തിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ഇതൊക്കെ അപ് ടു യു. നിങ്ങളുടെ ഒരു പ്രിഫറൻസ് എന്താണ്, അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഫോണും കാര്യങ്ങളും ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്കൊരു ക്യാമറ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ഒക്കെ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗോ ഫോർ സാംസങ് S23 Ultra. അല്ല നിങ്ങൾക്ക് വീഡിയോ ബ്ലോഗിങ് കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ താല്പര്യം,
ഒരു ബ്രാൻഡിങ് വാല്യൂ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഗോ ഫോർ 14 Pro Max. അപ്പോൾ ലെറ്റ്സ് വൈൻഡിങ് അപ്പ് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.